നീലഗിരിയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് വയനാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നീലഗിരി. ആ നീലഗിരിയിൽ വയനാടിനോട് അടുത്തു കിടക്കുന്ന എരുമാട് ടൗണിലാണ് TVK പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ആഘോഷം ഗംഭീരമാക്കിയത്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമൊക്കെയാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളെ ഇവർ സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞ സമയത്ത് വലിയ കരഘോഷമുണ്ടായിരുന്നു, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം TVKയുടെ പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് TVKയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സതീശാണ് മുൻകൈയെടുത്ത ആഘോഷങ്ങൾക്ക് മുൻകൈയെടുത്ത് വലിയ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. எங்க தளபதி நல்லபடியா நல்ல ஒரு முதலமைச்சரா தமிழ்நாட்டில் மக்களுக்காக இனிமேல் நல்லபடி பண்ணுவாரு. அதுக்கு எங்க மக்களும் ஒரு உறுதுணையா இல்லைங்க. இனிமேல் எல்லாமே நாங்க தளபதிக்காக உழைப்போம். കുറെ കാലങ്ങളായി DMKയും ADMKയും മാറി മാറി മത്സരിക്കുകയാണ്. ഇപ്പോ TVK മാറി. എന്താണ് പറയുന്നത്? നമ്മുടെയൊക്കെ ചെറിയ പ്രായം തൊട്ട് ഇവിടെ ADMK DMK അല്ലാതെ ഞങ്ങൾ വേറൊരു പാർട്ടിയിൽ ADMKയിലായിരുന്നു ഞങ്ങളൊക്കെ അധികം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മാറ്റം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പൾസ് എറിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നീലഗിരി, പന്തലൂർ, ഗൂഡല്ലൂർ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ആന പ്രശ്നം, സ്ഥലപ്രശ്നം, പട്ടയ പ്രശ്നം, കറണ്ട്, വീട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം പഠിച്ച്, കാരണം ഞങ്ങളുടെ മുൻപിലുള്ള ആൾക്കാർക്ക് അറിയുന്ന അത്ര ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് ഞങ്ങളുടെ തലവർക്ക് ഞങ്ങൾ വേണ്ട രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള മാറ്റം വരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. നമ്മുടെ പ്രദേശം എന്ന് വെച്ചാൽ ഈ നീലഗിരി ആയാലും ശരി, തമിഴ്നാട്ടിലായാലും ശരി, ADMK DMK രണ്ട് പാർട്ടികളും ഇതുവരെ മാറി മാറി ഭരിച്ചിട്ടും നമ്മളുടെ അവകാശങ്ങളെ നമ്മൾ ചോദിച്ചു വാങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഈ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു ഭരണത്തിൽ അവർ എത്തിപ്പെടുന്നുള്ളൂ. അതേ ജനങ്ങളുടെ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങാനോ അല്ല ഇവർ കൊണ്ടുവന്ന് ഇവർ കൊടുക്കാനോ ഉള്ള യാതൊരു ഇതും ഇതുവരെ ആ രണ്ട് ഗവൺമെൻറ്റും തന്നെ എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇത് വന്നിട്ട് ഒരു പുതുയുഗമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ രാഷ്ട്രീയം വേണ്ടാന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്ന ഓരോ വ്യക്തികളും ഓരോ ഇളഞ്ഞറുകളും ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്.